പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ പത്നിയായ ഖദീജ റളിയല്ലാഹുവിൽ നിന്നുണ്ടായ ആദ്യത്തെ പെൺകുട്ടിയായിരുന്നു സൈനബ റളിയല്ലാഹു അൻഹ. സൈനബ റളിയല്ലാഹു അൻഹ വളരെയധികം സൗന്ദര്യമുള്ള ഒരു കുട്ടിയായിരുന്നു. മാത്രമല്ല, വളർന്നു വരികയും മക്കയിലുള്ള അബ്ദുൽ ആസ് എന്ന വ്യക്തിയുമായിട്ട് കല്യാണം നിശ്ചയിക്കുകയുണ്ടായി. കല്യാണം കഴിഞ്ഞതിന് ശേഷം അബ്ദുൽ ആസ് എന്ന് പറയുന്ന വ്യക്തി മക്കയിൽ തന്നെ നിരവധി കച്ചവടക്കാരിൽപ്പെട്ട ഒരാളായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ അറബികൾ കച്ചവടത്തിനായി പുറത്തുപോയാൽ 2-3-4 ദിവസങ്ങൾ കൂടാതെ അവർ തിരികെ മടങ്ങാറില്ല. എന്നാലോ ഇന്നു മുതൽ അബ്ദുൽ ആസിന് അങ്ങനെയല്ല. കാരണം അബ്ദുൽ ആസിനെ തിരക്കിക്കൊണ്ട് പ്രിയ പത്നിയായ സൈനബ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തിന്റെ വീട്ടിലിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദിനങ്ങളിൽ ഓരോ പ്രാവശ്യവും കച്ചവടത്തിനായി പുറപ്പെടുന്ന അബ്ദുൽ ആസ് അദ്ദേഹത്തിന്റെ മനസ്സിൽ വളരെയധികം വീർപ്പുമുട്ടുകയാണ് ചെയ്യുന്നത്. ഈ ഘട്ടത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നത്. പുതിയ മതവും പുതിയ കർമ്മങ്ങളും കൊണ്ട് ഇസ്ലാം എന്നൊരു മതം നബി തങ്ങൾ പ്രബോധനം ചെയ്യാൻ തുടങ്ങി. ആ ഘട്ടത്തിലാണ് സൈനബ റളിയല്ലാഹു അൻഹ ഇസ്ലാമിനെ കുറിച്ച് അറിയുകയും പഠിക്കുകയും ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നത്. ഈ പ്രാവശ്യം കച്ചവടത്തിൽ നിന്ന് മടങ്ങുന്ന അബ്ദുൽ ആസിനോട് സൈനബ റളിയല്ലാഹു അൻഹ തന്റെ പിതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിക്കുന്നതും മാത്രമല്ല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രത്യക്ഷപ്പെട്ടതുമായിട്ടുള്ള ഒരുപാട് വിശേഷങ്ങളായിട്ടുള്ള കാര്യങ്ങൾ അബ്ദുൽ ആസിനോട് സൈനബ റളിയല്ലാഹു അൻഹയ്ക്ക് പറയാനുണ്ടായിരുന്നു. അങ്ങനെ അബ്ദുൽ ആസ് കച്ചവടം കഴിഞ്ഞ് വീട്ടിലെത്തി. ഈ കാര്യങ്ങളെല്ലാം അബ്ദുൽ ആസിനോട് പറയുകയും ചെയ്തു. അപ്പോൾ അബ്ദുൽ ആസ് സൈനബ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്. എന്റെ സൈനബ, നിനക്ക് ഇഷ്ടമുള്ള മതം നിനക്ക് സ്വീകരിക്കാം, എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. എന്നാണെങ്കിൽ തന്നെയും ഖുറൈശികളായ അബ്ദുൽ ആസിന്റെ കുടുംബത്തോട് ഇസ്ലാമിനെ കുറിച്ച് പറയാനും പരിചയപ്പെടുത്താനും അബ്ദുൽ ആസ് തയ്യാറായില്ല. ആ ഘട്ടത്തിലാണ് ഖുറൈശികൾ വളരെ ക്രൂരമായും ഉപദ്രവിക്കാനും പീഡിപ്പിക്കാനും മുസ്ലിമീങ്ങളെ തുടങ്ങിയത്. അവരുടെ ക്രൂരമായ ഉപദ്രവത്തിന്റെയും പീഡനത്തിന്റെയും കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മുസ്ലിമീങ്ങളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പോലും തന്റെ പിതാവായ നബി തങ്ങൾ പോയിട്ടും മുസ്ലിമീങ്ങൾ പോയിട്ട് പോലും ഇസ്ലാം മതത്തിൽ വിശ്വസിച്ചുകൊണ്ടും തന്റെ ഭർത്താവിനെ പരിചരിക്കണം എന്നൊരു കാര്യത്തിൽ ഖുറൈശികളുടെ കൂടെ താമസിച്ചതായിരുന്നു സൈനബ റളിയല്ലാഹു അൻഹ. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയി. മുസ്ലിമീങ്ങളും ഖുറൈശികളുമായുള്ള ബദർ യുദ്ധം വരികയും ചെയ്തു. ഈ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ വിജയിക്കാനും എന്നാലോ തന്റെ പ്രിയ ഭർത്താവായ അബ്ദുൽ ആസിന് ഒരു പോറല് പോലും പറ്റാതിരിക്കാൻ സൈനബ റളിയല്ലാഹു അൻഹ അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ബദർ യുദ്ധം ആരംഭിച്ചു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം സൈനബ റളിയല്ലാഹു അൻഹയ്ക്ക് അറിയാനിടയായി മുസ്ലിം സൈന്യം ഖുറൈശി സൈനികരിൽപ്പെട്ട കുറച്ചു പേരെ പിടികൂടി എന്നത്. ആ കൂട്ടത്തിൽ തന്റെ പ്രിയ ഭർത്താവായ അബ്ദുൽ ആസും ഉണ്ടെന്ന് സൈനബ റളിയല്ലാഹു അൻഹ അറിയാനിടയായി. അപ്പോൾ തന്നെ സൈനബ റളിയല്ലാഹു അൻഹ തന്റെ പ്രിയ ഭർത്താവിന്റെ അനുജനെ വിളിക്കുകയും തന്റെ താലിമാല ഊരി കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇത് മുസ്ലിമീങ്ങൾക്ക് കൊണ്ടുകൊടുക്കുക, എന്നിട്ട് തന്റെ ഭർത്താവിനെ മോചിപ്പിച്ചു കൊണ്ടുവരാൻ. അങ്ങനെ ഈ താലിമാലയെ കൊണ്ട് അനുജൻ നേരെ മുസ്ലിമീങ്ങളുടെ അടുക്കൽ പോയി. കൊടുത്തത് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ. നബി തങ്ങൾ ആ താലിമാല കണ്ടപ്പോൾ നബി തങ്ങളുടെ മനസ്സിൽ ഒരുപാട് വേദനയുടെയും ഒരുപാട് ഓർമ്മകളാണ് വരാനുണ്ടായത്. ആ താലിമാല എന്ന് പറയുന്നത് നബി തങ്ങളുടെ പ്രിയ പത്നിയായ ഖദീജ റളിയല്ലാഹു അൻഹ ആയിരുന്നു. സൈനബ റളിയല്ലാഹു അൻഹയുടെ വിവാഹ സമയത്ത് ഖദീജ റളിയല്ലാഹു അൻഹ സമ്മാനമായി കൊടുത്ത താലിമാലയായിരുന്നു അത്. ഇത് കണ്ടയുടൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ താലിമാല കൊണ്ട് സഹാബാക്കളുടെ അടുക്കൽ പോയി ചോദിച്ചു, ഈ താലിമാല അവർക്ക് തിരികെ കൊടുക്കുകയും അബ്ദുൽ ആസിനെ മോചിപ്പിച്ചയക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. ഖുറൈശികളുടെ ഇടയിൽ താമസിച്ചിട്ട് പോലും ഇസ്ലാമിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന സൈനബ റളിയല്ലാഹു അൻഹയെ ആലോചിച്ചുകൊണ്ട് സഹാബാക്കളെല്ലാം പറഞ്ഞു, ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല നബിയെ, തങ്ങളുടെ ഇഷ്ടമാണ്. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുൽ ആസിനെ വിളിക്കുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, തന്റെ മകളായ സൈനബ റളിയല്ലാഹു അൻഹയെ മദീനയിലേക്ക് അയക്കുവിൻ, അതാണ് അവളുടെ ഉചിതമായ സ്ഥലം.
ഉടനെ തന്നെ അബ്ദുൽ ആസ് തിരികെ വീട്ടിലെത്തുകയും തന്റെ ഭാര്യയായ സൈനബ റളിയല്ലാഹു അൻഹയെ നേരെ മദീനയിലേക്ക് അയക്കുകയും ചെയ്തു. എന്നാലോ കുറച്ചു കഴിഞ്ഞപ്പോൾ തന്റെ പ്രിയ പത്നിയായ സൈനബ റളിയല്ലാഹു അൻഹയിൽ നിന്ന് പിരിഞ്ഞു നിൽക്കുന്നതിൽ അബ്ദുൽ ആസിന് വളരെയധികം വിരഹവേദനയുണ്ടായി. ഇരുവർക്കും വളരെ വേദനയുണ്ടായി. ഈ വേദന സഹിക്കാൻ പറ്റാതെ അബ്ദുൽ ആസ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയും ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലിരിക്കുന്ന ഇരുവരെയും നബി തങ്ങൾ വിളിക്കുകയുണ്ടായി. എന്നിട്ട് ഇരുവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, സംഭവിച്ചതെല്ലാം നല്ലതിന്. ഇതാണ് അള്ളാഹുവിന്റെ വിധി, ഇത് തന്നെയാണ് അള്ളാഹുവിന്റെ വിധി.